താരൻ അത് എത്ര വലുതാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് മാറിക്കിട്ടും. അതാണ്ട് ഈ ഒരു കുഞ്ഞൻ സസ്യം മാത്രം മതി. ഇത് ഏത് സസ്യമാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ഞാൻ വീഡിയോയ്ക്കകത്ത് പറയാം. അപ്പം ആദ്യം തന്നെ താരനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് ചില ആൾക്കാർക്ക് മിക്കവാറും ഉള്ളവർക്കെല്ലാം താരൻ്റെ ശല്യം ഉണ്ടാവും. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം. 99% ആൾക്കാർക്കും താരൻ ഉണ്ടാകാൻ കാരണം അവരുടെ വയറ് തന്നെയാണ്. വയറിലുള്ള ചില ബാക്ടീരിയകളാണ് നമുക്ക് താരൻ ഉണ്ടാക്കുന്നതെന്ന് പലർക്കും അറിയത്തില്ല. കുറേ ഷാമ്പു ഇടും, അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ടിപ്പുകളൊക്കെ ചെയ്ത് ഈ പറഞ്ഞ താരനെ മാറ്റും. പക്ഷേ അത് വീണ്ടും വരും. ഇത് പൂർണ്ണമായിട്ടും ഒരു കാരണവശാലും മാറത്തില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വയറ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. നമുക്ക് ഈ തൈരൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാര്യം തൈരിലൊക്കെ നല്ല ബാക്ടീരിയകളാണ്. ഈ പറഞ്ഞ മോശമായ ബാക്ടീരിയകൾ ഈ പറഞ്ഞ ആ വയറിലുള്ളിടത്തോളം കാലം നമ്മുടെ തലയിൽ താരൻ വരും, സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനൊരു ബെറ്റർ ഐഡിയ എന്ന് പറയുന്നത്, ഞാനത് സജസ്റ്റ് ചെയ്യല്ല, നമ്മൾ 6 മാസം കൂടി ഇരിക്കുമ്പോഴെങ്കിലും വയറൊന്ന് ഇളക്കുന്നത് നല്ലതായിരിക്കും. ചില ആൾക്കാർ ഈ പറയുന്ന പോലെ ആവണക്കണയൊക്കെ കുടിച്ച് വയറിളക്കുന്നതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളികൾ വാങ്ങിച്ച് വയറിളക്കി കളയാറുണ്ട്. പക്ഷേ അത് നല്ലതാണ്. 6 മാസം കൂടി ഇരിക്കും ഒരു വട്ടം ചെയ്യുന്ന നല്ലതാണ്. പക്ഷേ ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പം നമുക്കിന്ന് തലയിലെ താരനെ ഈ പറഞ്ഞ ആദ്യത്തെ ഈ വയറൊന്ന് ക്ലീൻ ആയതിനു ശേഷം ആയിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത് നല്ല രീതിയിലൊന്ന് മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ്, ഇതിൽ നിന്നൊക്കെ താരൻ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സസ്യത്തിൻ്റെ പേര് കീഴാർനെല്ലി എന്നാണ് കേട്ടോ. നമുക്കറിയാം കീഴാർനെല്ലി മിക്കവാറും പറമ്പുകളിലൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് കാണാതുണ്ട്. പക്ഷേ ഇത്രത്തോളം വലുതാവാറുണ്ട്. കീഴാർനെല്ലി കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അടിയിലൊക്കെ ചെറിയൊരു കുരു പോലെ ഇങ്ങനെ ചെറുതായിട്ട് വരും. അതാണ് കീഴാർനെല്ലി. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കീഴാർനെല്ലി എടുക്കാം. ഞാനിത് വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് വേരോടുകൂടി വേര് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വേരോടുകൂടി നമുക്ക് ഈ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ ആണ് കേട്ടോ. ചെമ്പരത്തിപ്പൂ പല ടൈപ്പുണ്ട്. ഇതാണ്ട് ഈ ടൈപ്പ് ആയാലും മതി. ഇത് ചെമ്പരത്തിപ്പൂ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാര്യം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണമായിരുന്നു കേട്ടോ. വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ചെയ്യാതിരിക്കുക, കഴിവതും രാവിലെ തന്നെ ചെയ്യുക. രാവിലെ കുറച്ച് നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും ഇത് തലയോട്ടി മസാജ് ചെയ്ത് പിടിപ്പിച്ച് കറക്റ്റ് ഒരു 25-30 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് തല കഴുകി കളയുക. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ തലയിലെ താരൻ മുഴുവനായിട്ട് ഇളകിപ്പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹെൽമെറ്റ്, തോർത്ത് അതുപോലുള്ള സാധനങ്ങളിലൊക്കെ വീണ്ടും ഉണ്ടാവും. അത് മാറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ ഹെൽമെറ്റ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാവൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വയറാണ് ഇതിനെല്ലാം മൂല കാരണമെന്ന് ചിന്തിക്കുക. വയറൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ പകുതി ആശ്വാസം നിങ്ങൾക്കുണ്ടാവും, ഈ താരനിൽ നിന്നും ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറിയ കാര്യമുള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ബൈ.